ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ചട്ടങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും നിയമ വകുപ്പുകളുടെ പരിശോധന നടത്തുകയാണെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. അതേസമയം കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു. വലിയ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഭൂനിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ടു പോയത്. ബില്ല് പാസായതിനു ശേഷം ചട്ടരൂപീകരണത്തിന് നിയമവിരുദ്ധമായി കൂടിയാലോചനകൾ നടത്തി ചട്ടം ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലുണ്ട്. നിയമ വകുപ്പുകളുടെ പരിശോധന പൂർത്തിയായാൽ ചട്ടം പ്രാബല്യത്തിൽ വരും. ഓഗസ്റ്റ് മാസത്തിൽ ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ രാജൻ പറഞ്ഞു. 1964 ചട്ടത്തിൽ തയ്യാറാക്കിയ ആയിരക്കണക്കിന് പട്ടയങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി 64 ചട്ടത്തിലെ 7(1) പ്രകാരം 1971 വരെ എന്ന കാലാവധി എങ്ങനെയുണ്ടായി എന്ന ചോദ്യം സർക്കാരിൻ്റെ മുമ്പാകെ ചോദിച്ചത്. തുടർച്ചയായിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. കോടതിയുടെ അക്കാര്യത്തിലുള്ള തീരുമാനം കഴിഞ്ഞാൽ ഉടനടി നമുക്ക് നടപടിക്രമങ്ങളിലേക്ക് പോയാൽ വലിയൊരു നമ്പർ പട്ടയം ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയും. ക്രമവൽക്കരണത്തിന് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ സ്വാഭാവികം. അഴിമതി ആരോപണം ആർക്കും ഉന്നയിക്കാം. നടപടികളാണ് പ്രധാനം. പട്ടയ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരവുമായി മുന്നോട്ടു പോകുന്നതിനൊപ്പം തന്നെ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും സംസ്ഥാന സർക്കാർ ഒരുപോലെ കാണില്ല. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ കുടിയേറ്റക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കട്ടപ്പനയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. സിറ്റി വിഷൻ, കട്ടപ്പന.